ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ വീക്കെൻഡ് സ്റ്റോറീസ്. രാവിലെ തന്നെ ഞാൻ ഗാർഡനും കുഞ്ഞുമായിട്ട് ബിസി ആയിരുന്നു കേട്ടോ. വിൻ്റർ ആണെങ്കിൽ നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. ഇനി വരും ദിവസങ്ങളിൽ ഇത്ര നല്ല സണ്ണി ഡേയ്സ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി മൈനസിലേക്കൊക്കെ ഡ്രോപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. അഫ്കോഴ്സ് ഇപ്പം നവംബർ 3rd വീക്കായില്ലേ. ഇനിയിപ്പം ക്രിസ്മസ് ഈസ് കമ്മിങ് സോ ബട്ട് ഐ എം സോ എക്സൈറ്റഡ് ഫോർ ക്രിസ്മസ് ആൻഡ് ക്രിസ്മസ് ഹോളിഡേയ്സ്. ഞങ്ങളിവിടെ ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ രാജ്മ ചാവലാണ്. രാജ്മയിൽ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. കോണും കൂടി ഇടും. ജർമ്മൻകാരുടെ ചില്ലി കോൺ മോഡൽ. പക്ഷേ നമ്മളിതിനകത്ത് നോൺ വെജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഉപ്പുമാങ്ങ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നും വിചാരിക്കും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണമെന്ന്, ഒരിക്കലും നടക്കാറില്ല. സോ ഞാൻ വിചാരിച്ചു ഇന്ന് അതും കൂടി ഉണ്ടാക്കി കളയാമെന്ന്. ഹലോ ഗായ്സ്, അങ്ങനെ ഇപ്പോൾ ഇവിടെ 5 മണിയായിട്ടോ. ഞങ്ങൾ ഗ്രോസറി വാങ്ങിക്കാൻ പോവാണ്. ശരിക്കും നോർമലി ഞങ്ങൾ ഫ്രൈഡേയ്സിനാണ് പോവാറ്, പക്ഷേ ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്നപ്പം അത് മാനേജ് ചെയ്യണം. ബിക്കോസ് ഇവിടെ ജർമ്മനിയിൽ സൺഡേയ്സിൽ ഗ്രോസറീസ് ഒന്നും തുറക്കത്തില്ല. സോ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴേക്കും സോർട്ട് ഔട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ സൺഡേക്ക് ഇവിടെ പട്ടിണിയാവും. കോഫ്ലാൻഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 5 minutes ഡ്രൈവ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കോഫ്ലാൻഡിലെത്തി. ക്ലൈമറ്റ് കാരണമാണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വരിക. ഒരു കോഫി കുടിക്കണം. കോഫ്ലാൻഡിൽ €1 ഒരു കോഫി കിട്ടും കേട്ടോ. ഐ വിൽ ഷോ യു. സോ ഇതാണ് നമ്മുടെ കോഫി മെഷീൻ. ഇവിടെ പല വെറൈറ്റി ഓഫ് കോഫീസ് കിട്ടും. ഇതാണ് ഹെർബ്സ് സെക്ഷൻ. എനിക്ക് വേണ്ടത് ഇന്ന് തൈമും കുറച്ച് റോസ്മെറിയും കൂടിയാണ്. തൈം പൊട്ടറ്റോ ഫ്രൈസിനിടാൻ നല്ല ഒരു ഹെർബാണ് കേട്ടോ. കുറച്ച് പാസ്തയ്ക്ക് വേണ്ടി സോസ് വാങ്ങിക്കണം. ഈ സോസിൽ ഓൾറെഡി ബസീലിക്കും അല്ലെങ്കിൽ ബേസിൽ ലീഫ് ഓൾറെഡി ഉള്ളതാണ്. ആൻഡ് സം പിസ്സ ഫ്ലോർ. ഞങ്ങൾ കോഫ്ലാൻഡിലൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് DM വന്നിരിക്കുകയാണ്. സോ DMന്റെ അടുത്ത് തന്നെ നെറ്റോ ഉണ്ട്. പക്ഷേ പേഴ്സണലി ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത സ്റ്റോറാണ് നെറ്റോ. വി ലൈക്ക് വെൻ എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കിട്ടുവാണെങ്കിൽ. കോഫ്ലാൻഡ് ഈസ് റൈറ്റ് പ്ലേസ് ഫോർ us. പക്ഷേ സ്റ്റിൽ സം തിങ്സ്, ചില കാര്യങ്ങൾ DM നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം അതെന്തൊക്കെയാണ് കേട്ടോ. സോ ജർമ്മനിയിൽ സപ്ലിമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് DM വന്നാൽ മതി. നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, കാൽഷ്യം പ്ലസ് D3. കാൽഷ്യം എപ്പോഴും കഴിക്കുമ്പോഴും വൈറ്റമിൻ D3 കൂടി നമ്മൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത് കൊളാജൻ പൗഡേഴ്സ്, അതിൻ്റെ ക്യാപ്സ്യൂൾസ് ഒക്കെ ഇവിടെ കിട്ടും. വളരെ ഇൻട്രസ്റ്റിംഗ്, ഇവിടെ ഹെയർ സപ്ലിമെൻറ്റ്സ് കിട്ടും. സോ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇതാണ് മുൾത്താനി മിട്ടി എന്നുള്ളത്. ബട്ട് ടു ബി ഓണസ്റ്റ് ഇതെനിക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുള്ളൊരു കാര്യം കേട്ടോ. മുൾത്താനി മിട്ടിയുടെ പേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്, ബട്ട് എൻ്റെ സ്കിന്നിന് ഇതത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വൈറ്റമിൻ D3യുടെ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ. അറിയില്ല എത്ര പേരത് ഇവിടെ സ്പെഷ്യലി വിൻ്റർ ഒക്കെ വരുന്ന കൺട്രിയിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഡെയിലി നമ്മളൊരു 2000 IU കഴിക്കണം എന്നാണ്. പിന്നെ ഇവിടെ ഗോതമ്പൊക്കെ കിട്ടും കേട്ടോ. അറിയില്ല ഇതെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന്, ബട്ട് ഇൻട്രസ്റ്റിംഗ്, ഗോതമ്പൊക്കെ ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് കീൻവ. ഞാൻ കീൻവ വാങ്ങിക്കാറ് ഇവിടെ നിന്നാണ് കേട്ടോ. സോ നമ്മൾ DM ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഇന്ന് ഞാൻ ഡിന്നറിന് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് ഗ്രിൽഡ് ഗ്രീൻ ചിക്കൻ ആണ് കേട്ടോ. അത് ഭയങ്കര ഈസിയാണ്. ഫസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില വേണം, കുറച്ച് നല്ല ഗ്രീൻ ചില്ലി, ഞാൻ കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ദെൻ സം ഗാർലിക് ആൻഡ് ജിഞ്ചർ ആൻഡ് അവർ ഗ്രീൻ ഡ്രസ്സിങ് ഈസ് റെഡി. പിന്നെ ഇതൊന്ന് നന്നായി പുരട്ടി കൊടുക്കുക. ദെൻ എയർ ഫ്രയറിൽ വയ്ക്കുക. ഒരു 45 minutes എടുക്കും. മീൻ വൈൽ ഞാൻ കുഞ്ഞാവയ്ക്ക് വേണ്ടി കുറച്ച് മീറ്റ് ബോൾസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും വേറെ ഒരു എയർ ഫ്രയറിൻ്റെ ട്രൈ എടുത്ത് ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ എയർ ഫ്രൈ ചെയ്യും. അതുപോലെ തന്നെ ഒരു വശം റെഡിയായ ചിക്കൻ പിന്നെയും എടുത്ത് ബാക്കിയുള്ള മസാലയും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് പിന്നെ എയർ ഫ്രൈ ചെയ്തു. സോ ഇന്ന് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ളത് കുറച്ച് പൊട്ടറ്റോസും കുറച്ച് വെജീസുമാണ്.
നാളെ ഞങ്ങൾ ഓസ്ട്രിയയ്ക്ക് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനു വേണ്ടി ഓൺ ദ വേ കഴിക്കാൻ കുറച്ച് സാൻഡ്വിച്ചസ് ഒക്കെ റെഡിയാക്കി. അപ്പോൾ നമുക്കിനി നാളെ ഓസ്ട്രിയ വെച്ച് കാണാം. ബൈ.